ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ഇത്തരത്തിൽ മാച്ച് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എക്സാമിന് റീസെൻ്റ് ആയിട്ട് ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ മറ്റൊരു മോഡലാണ് തന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഒരു സൈഡിൽ എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്, മറ്റൊരു സൈഡിൽ അവർ എന്ത് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് ഫോളോ ചെയ്യുന്നത് എന്നാണ് നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇയർ വൈസ് റെക്കോർഡിങ്സ് ഓഫ് ഡാറ്റ ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ. ശ്രദ്ധിക്കേണ്ട വാക്ക് ഏതാണ്? ഇയർ വൈസ്, അതായത് വർഷങ്ങൾ, ദിവസങ്ങൾ, മാസങ്ങൾ എന്നൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ വരുന്നതെങ്കിൽ അത് എന്ത് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആയിരിക്കും? ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ 4 എന്നായിരിക്കും വരുന്നുണ്ടായിരിക്കുക. നെക്സ്റ്റ്, സെൻസസ് ഡാറ്റ പബ്ലിഷ് ഫോർ സിറ്റി വൈസ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ എന്താണ് സിറ്റി വൈസ്? അപ്പോൾ രാജ്യങ്ങളനുസരിച്ച്, അതായത് സ്ഥലങ്ങൾ, രാജ്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ജില്ലകളായിരിക്കാം, സിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും നമ്മളെ സ്ഥലങ്ങൾ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ അതിന് എന്താണ് പറയുക? ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നാണ് വിളിക്കുന്നുണ്ടായിരിക്കുക. ആണല്ലോ, ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. സോ ആൻസർ ആയിട്ട് വരുന്നത് തേർഡ് വൺ ആണ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. നെക്സ്റ്റ്, ദ ഡാറ്റ റെക്കോർഡിംഗ് അക്കോർഡിംഗ് ടു സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ, ഇല്ലിറ്ററേറ്റ്, പ്രൈമറി, സെക്കൻഡറി എക്സെട്ര. അതൊക്കെ എന്താണ്? ക്വാളിറ്റേറ്റീവ് ആണല്ലേ. അതൊന്നും നമുക്ക് ഇല്ലിറ്ററേറ്റ് ആണെങ്കിൽ അവരുടെ നമ്പർ ഇത്രയാണ്, അല്ലെങ്കിൽ പ്രൈമറി ആണെങ്കിൽ നമ്പർ ഇത്രയാണ്, സെക്കൻഡറി ആണെങ്കിൽ നമ്പർ ഇത്രയാണ്, ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്നാണ് വിളിക്കുക. സെക്കൻഡ് വൺ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ലാസ്റ്റ് വൺ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫാമിലീസ് അക്കോർഡിംഗ് ടു ദിയർ സൈസ്. അതെന്താണ്? കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ഒരു വീട്ടിൽ 4 ആൾക്കാരാണുള്ളത്, 5 ആൾക്കാരാണുള്ളത്, അങ്ങനെ കൃത്യമായിട്ട് എന്താണ്? ഒരു കൗണ്ട്, ഒരു നമ്പർ നമുക്ക് അവരെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ എന്താണ്? നമ്മളിവിടെ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആയിരിക്കും. സോ ആദ്യത്തേൽ കീവേഡ് എന്താ? ഇയർ വൈസ്, വർഷങ്ങളാണ്. നെക്സ്റ്റ് എന്താണ്? സ്ഥലങ്ങളാണ്. ഇവിടെ ആണെങ്കിൽ എന്താണ്? ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ്. ലാസ്റ്റ് വൺ എന്താണ്? സൈസ്, അതായത് നമ്പർ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എക്സാമ്പിൾസിൽ നിന്ന് നമുക്ക് ക്ലാസിഫിക്കേഷൻ കണ്ടെത്താൻ വേണ്ടി പറ്റണം. ഇതുപോലുള്ള മോഡൽ ക്വസ്റ്റ്യൻസിനായിട്ട് ഇനിയും വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഈ ഒരു ചാനലിൽ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.